ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ടീം കൂടി IPL നിന്നും പ്ലേ ഓഫിലേക്ക് എത്താതെ പുറത്തു പോയിരിക്കുകയാണ്. SRH കൂടി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനും CSKയ്ക്കും ശേഷം ഇതാ SRH കൂടി IPL നിന്നും പ്ലേ ഓഫിലേക്ക് എത്താതെ പുറത്തു പോയിരിക്കുന്നു. പക്ഷേ ഈ ഒരു മത്സരം, അതായത് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരം, SRH അനായാസം വിജയിക്കേണ്ട ഒരു കളിയായിരുന്നു. കാരണം ഡൽഹി ക്യാപിറ്റൽസിന്റെ പൂർ ബാറ്റിംഗ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് DC 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് മാത്രമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. SRHന്റെ മറുപടി ബാറ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മഴയെത്തിക്കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസിന് രക്ഷയായി മാറിയെന്ന് കൂടി പറയേണ്ടി വരും. മഴ കാരണം കളി മുടങ്ങിയതോടുകൂടി ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം DCക്ക് ഈ ഒരു പോയിന്റ് നിർണായകമായി മാറുന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം ഈ ഒരു പോയിന്റ് പോലും ടോപ്പ് 4ലേക്കുള്ള യാത്രയിൽ DCക്ക് നിർണായകമായേക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള, അതായത് ഫൈനലിൽ കളിച്ചിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ മൂന്നാമതായിട്ട് IPL നിന്നും പുറത്തു പോകുന്ന ടീമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ ഭാഗ്യമില്ലാതായി പോയല്ലോ SRH എന്നുള്ള ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം SRHന് അനായാസമായി വിജയിക്കാൻ സാധിക്കുന്ന ഒരു കളിയായിരുന്നു. മത്സരം ഉപേക്ഷിച്ചെങ്കിൽ കൂടി DCക്ക് വേണ്ടി അശുതോഷ് ശർമ്മയുടെയും ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെയും ബാറ്റിംഗ് പ്രകടനം മാത്രമാണ് അവരെ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം SRHന് വേണ്ടി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് നടത്തിയിട്ടുള്ള കിടിലം ബൗളിംഗ് പ്രകടനം, അത് തന്നെയാണ് അവർക്ക് ഈ ഒരു മത്സരത്തിൽ ഇത്രയും ചെറിയ സ്കോറിൽ DC ഒതുക്കാൻ സഹായിച്ചിട്ടുള്ളതും. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, മത്സരം ഒഴിവാക്കിയിരിക്കുന്നു. SRH പുറത്തു പോയിരിക്കുന്നു. 3 ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്താതെ IPL നിന്നും ഒഫീഷ്യലായിട്ട് പുറത്തു പോയപ്പോൾ ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങൾ നടത്തുന്നത് 7 ടീമുകൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.